നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. പകർച്ചവ്യാധി തടയാൻ മൊട്ടയടിച്ചാൽ 15,000 രൂപ. വിജയ് സർക്കാരിന്റെ പേരിൽ തട്ടിപ്പ്, ഇരയായി 3 സ്ത്രീകൾ. ഉള്ളവന്ത് മുട്ടയടി അണ്ണയാര് ദളപതി. കണ്ണൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് CPM സൃഷ്ടിച്ച തിരിച്ചടിയുടെ മുറിവുണങ്ങും മുൻപ് അന്തരിച്ച യുവനേതാവിന്റെ പേരിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിലും തിരിമറി ആരോപണം. DYFI സംസ്ഥാന ട്രഷററും CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന P. ബിജു സ്മാരകമായ റെഡ് കെയർ ആണ് പാതി വഴിയിൽ മുടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമാണ് സ്മാരകത്തിനായി സ്ഥലം വാങ്ങിയത്. 2020 നവംബറിൽ കോവിഡ് ബാധിച്ചാണ് P. ബിജു മരിക്കുന്നത്. ഈ തിരിമറി അത്ര തീവ്രതയുള്ള തിരിമറി ഒന്നുമല്ല എന്ന് തീവ്രത ടീച്ചർ. CJP സമരത്തിൽ പങ്കെടുക്കാൻ ദുബായിൽ നിന്ന് 23 പേരെ ദില്ലിയിലേക്ക് അയച്ച സംഭവത്തിൽ ദുബായിൽ പ്രവർത്തിക്കുന്ന അബ്രേക്കോ ഫ്രൈറ്റ് കമ്പനിയും അതിന്റെ ഉടമ മുഹമ്മദ് ഷാജിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്ന റിപ്പോർട്ടുകൾ. സമരത്തിൽ പങ്കെടുത്ത ഇർഷാദ്, അൻഫാസ്, ടോയോ എന്നിവരുൾപ്പെടെ 23 പേരുടെ വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം എന്നിവയുടെ മുഴുവൻ ചെലവുകളും മുഹമ്മദ് ഷാജിയാണ് വഹിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. ദില്ലിയിൽ നടന്ന സമരത്തിനു ശേഷം സംഘടിപ്പിച്ച CJPയുടെ വിജയാഘോഷ പരിപാടിയിലും ഇവർ പങ്കെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെയാണ് സാമ്പത്തിക സഹായത്തിന്റെ ഉറവിടം സംബന്ധിച്ച കൂടുതൽ സംശയങ്ങൾ ഉയരുന്നത്. ദുബായിൽ ചെക്ക് കേസിൽ പെട്ട് കിടക്കുകയായിരുന്നു ഇഷ്ടം. അതിനിടയ്ക്കാണ് ഈ ത്യാഗം. ബ്ലഡി ഫൂൾ. രാജ്യതലസ്ഥാനത്ത് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുരക്ഷാ സേനയ്ക്കുമെതിരെ അപകീർത്തികരവും അസഭ്യവുമായ പരാമർശങ്ങൾ നടത്തിയ സംഭവത്തിൽ നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് ദില്ലി പോലീസ് നോട്ടീസ് അയച്ചു. വാർത്താ പോർട്ടലുകളുടേത് ഉൾപ്പെടെ X അക്കൗണ്ടുകൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിക്രമപരമായ ഉള്ളടക്കങ്ങൾ പോസ്റ്റ് ചെയ്ത വ്യക്തികളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പോലീസിന്റെ ഈ നടപടി. പണി വരുന്നുണ്ട് ജെൻസി അവറാച്ചന്മാരെ. കൊച്ചിയിൽ ലഹരി വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചു. 7.5 കോടിയുടെ ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. പോലീസ് കമ്മീഷണറും മേയറും ലഹരി വസ്തുക്കൾ കത്തിക്കുന്ന നടപടിക്കായി സ്ഥലത്ത് എത്തിയിരുന്നു. ഓപ്പറേഷൻ തൂഫാനിൽ കൊച്ചി നഗരത്തിൽ നിന്നും പിടികൂടിയ ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ 1 വർഷമായി കൊച്ചി സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളാണ് ബ്രഹ്മപുരത്ത് ഇൻസിനേറ്ററിന്റെ സഹായത്തോടെ കത്തിച്ച് നശിപ്പിച്ചത്. 1 കിലോ ഹാഷിഷ് ഓയിൽ, 587 കിലോ കഞ്ചാവ്, 2.5 കിലോ MDMA, 143 ഗ്രാം നൈട്രാസെപ്പാം ഗുളികകൾ, 77 കിലോഗ്രാം ബ്രൗൺ ഷുഗർ എന്നിവയിൽ ഉൾപ്പെടുന്നത്. സംവിധായകൻ ഹാഷിഷബു പരിസരത്ത് ഉയരം കൂടിയ കെട്ടിടത്തിന് മുകളിൽ കയറുന്ന ദീർഘനേരം ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഏറെ നേരം പിടിച്ചു നിർത്തി ആടി നിൽക്കുന്നതായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. വടകര MDMA കേസിൽ ഒരാൾ കൂടി റിമാൻഡിൽ. കണ്ണൂർ ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസ് ആണ് കോടതിയുടെ റിമാൻഡിലായത്. ഇതോടെ കേസിൽ റിമാൻഡിലായവരുടെ എണ്ണം 3 അധ്യാപകർ ഉൾപ്പെടെ 5 ആയി. ഓൺലൈൻ ഡെലിവറിയുടെ മറവിലായിരുന്നു ജിജിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ആവശ്യക്കാർക്ക് MDMA എത്തിച്ചു നൽകുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണിയായിരുന്നു ഇയാൾ. അധ്യാപകർ ഉൾപ്പെട്ട ലഹരി ശൃംഖല പുറത്തു വന്നതോടെയാണ് കേസ് സംസ്ഥാനത്ത് വലിയ ചർച്ചയായത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടായിരുന്നു പ്രതികൾ ലഹരി വിപണനം നടത്തിയിരുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ ഇനിയും കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ജെൻസി വിസ്മയങ്ങൾ. സംസ്ഥാന സർക്കാരിനെതിരെ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട രോഗിക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം. പത്തനംതിട്ട ആങ്ങമൂഴി സ്വദേശി KS അനിൽകുമാറിനെ മൂഴിയാർ സ്റ്റേഷനിലെ ASIയും ഡ്രൈവറും ചേർന്ന് വീട്ടിൽ കയറി മർദ്ദിച്ചതായാണ് പരാതി. ഹൃദ്രോഗിയായ അനിൽകുമാറിനെ മരുന്ന് കഴിക്കാൻ പോലും അനുവദിക്കാതെയായിരുന്നു മർദ്ദിച്ചതെന്നാണ് ആരോപണം. രോഗം ബാധിച്ച കാലുകളിൽ ബൂട്ടിട്ട് ചവിട്ടിയതായും പറയുന്നു. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഫേസ്ബുക്ക് ലൈവിനെതിരെ പരാതിയുണ്ടെന്ന് പറഞ്ഞായിരുന്നു പോലീസ് അനിൽകുമാറിന്റെ വീട്ടിലെത്തിയത്. ഇവരൊക്കെ പോലീസോ അതോ ഹമാസ് ഭീകരവാദികളോ? രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ രാഷ്ട്രീയ സ്വയംസേവക് സംഘ് വിഴുങ്ങിയെന്ന് രാഹുൽ ഗാന്ധി. വിദ്യാഭ്യാസ മേഖലയെ RSS ചിതൽ പോലെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുകയാണ് എന്നും രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാൻ ഈ തകർച്ചയുടെ ഒരു കേവല പ്രതീകം മാത്രമായിരുന്നുവെന്നും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു. ചോർച്ചാ വിരുദ്ധ ബില്ലിന്മേൽ ലോക്സഭയിൽ നടന്ന നിർണായക ചർച്ചയ്ക്കിടയിലാണ് കേന്ദ്ര സർക്കാരിനും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. എഴുന്നേറ്റ് പോടർക്ക അവിടുന്ന് എന്ന് സ്വയം സേവകർ. പാക് അധിനിവേശ കശ്മീരിൽ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്ന പൗരന്മാരെ ഇന്ത്യയെ പോലെ ശത്രുക്കളായി കാണണമെന്നും അവർക്കെതിരെ ഉണ്ടായ സൈനിക നടപടി ശരിയാണെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. സർക്കാരിനും പാക് സൈന്യത്തിനുമെതിരെ പ്രതിഷേധിച്ച 14 സാധാരണക്കാരെ പാകിസ്ഥാൻ സുരക്ഷാ സേന വെടിവെച്ചു കൊന്ന സംഭവത്തെ ന്യായീകരിച്ചാണ് പ്രതിരോധ മന്ത്രി വിവാദ പരാമർശം നടത്തിയത്. ഭാവിയിലെ ഭാരതത്തിന്റെ പാർക്കിംഗ് സ്പേസ് നടക്കുന്ന ക്രൂരതയെ ശക്തമായി അപലപിക്കുന്നു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിന് സ്വിറ്റ്സർലൻഡിലെ ജനീവ നഗരം വേദിയാകും. നിലവിലെ ലോക ചാമ്പ്യൻ ഇന്ത്യയുടെ D ഗുഗേഷും ഉസ്ബെക്കിസ്ഥാന്റെ ജാവോഖിർ
സിന്താരോവും തമ്മിലുള്ള കലാശ പോരാട്ടം നവംബർ 25 മുതൽ ഡിസംബർ 15 വരെ നടക്കും. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റ് വിശ്വനാഥ് ആനന്ദാണ് വേദി പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യ, അമേരിക്ക, സൈപ്രസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വേദിക്കായി ശക്തമായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ എല്ലാവർക്കും തുല്യ അവസരം നൽകുന്നതിനായി നിഷ്പക്ഷ വേദിയായ ജനീവയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇവിടെ പപ്പു പ്രധാനമന്ത്രിയാകാൻ തെരുവിൽ കച്ചറ കാണിച്ച് നടക്കുന്നതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതാണോ ദുഷ്ടന്മാരെ ചെസ് കളിയുടെ വീഡിയോ ഒക്കെ ചോദിച്ച് നടക്കുന്നത്? നിങ്ങൾക്കൊക്കെ മനസാക്ഷിയുണ്ടോ? ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.